ഇന്ന് രാവിലെ മുതൽ ഇൻസ്റ്റാഗ്രാമിൽ ഞാനൊരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ പിന്നെ അൽഗരിതം അറിയാലോ, അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള വീഡിയോസ് തന്നെ വന്നുകൊണ്ടിരിക്കും. ഒരു പെൺകുട്ടി കല്യാണം കഴിക്കാൻ പോകുന്ന ചെക്കനെ കൊക്കയിലേക്ക് തള്ളിയിട്ട് കൊന്നു അങ്ങനെ എന്തോ. അത് ഇപ്പോൾ ബോയ് ഫ്രണ്ടിൻ്റെ ഒപ്പം ജീവിക്കാൻ വേണ്ടിയിട്ടായിരിക്കുമല്ലോ. എന്നാലും എന്തിനായിരിക്കും കൊന്നത് എന്നാണ് ഞാൻ ആലോചിക്കണേ. കാരണം ആ ചെക്കൻ വന്നിട്ട് 600 crore വേർത്തുള്ള കോടീശ്വരൻ. കാണാൻ നല്ലതാണ്, ഹാൻഡ്സമാണ്, ലവബിളാണ്, കെയറിങ് ആണ്, റിച്ചാണ്. അവളുടെ ബർത്ത്ഡേക്കൊക്കെ ഭയങ്കരമായിട്ട് സർപ്രൈസൊക്കെ കൊടുക്കുന്ന വീഡിയോ ഒക്കെ ഭയങ്കരമായിട്ട് വൈറലായിട്ടുണ്ട്. എന്നിട്ടും അതായത് ഇവർ ഈ ചെക്കൻ വന്നിട്ട് ട്രക്കിങ്ങിനൊക്കെ പോണതാണ്. ഇപ്പം ഈ മരിച്ച കുട്ടി ഉണ്ടല്ലോ, 26 വയസ്സ് കേട്ടോ. അപ്പം ട്രക്കിങ്ങിനൊക്കെ ഇപ്പോൾ പോണതാണ്. അപ്പോൾ ഈ പെൺകുട്ടിയും ഈ ചെക്കനും കൂടെ ട്രക്കിങ്ങിന് പോയി. ഭയങ്കര പ്രീ പ്ലാൻഡ് ആയിരുന്നു. ഈ പെൺകുട്ടിയുടെ ബോയ് ഫ്രണ്ട് എൻ്റെ പേരെന്തോ ചേതന, അതിൻ്റെ പേരെനിക്ക് ഓർമ്മയുണ്ട്. പെൺകുട്ടിയുടെ ഞാൻ മരിച്ച കുട്ടിയുടെ പേരെനിക്ക് ഓർമ്മയ്ക്ക് കേട്ടോ. ചെക്കന് 26 വയസ്സ്. അപ്പോൾ പിന്നെ ഈ പെൺകുട്ടിക്ക് 25 ആ ഒരു ഏജൊക്കെയല്ലേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇവർ ട്രക്കിങ്ങിന് പോയ സമയത്ത് ഈ പെണ്ണ് ആ ചെക്കനെ, അതായത് കല്യാണം കഴിക്കാൻ പോണ ചെക്കനെ ഇവള് തള്ളിയിട്ടു. പോലീസുകാർ വന്നപ്പോൾ ഇവള് ഭയങ്കരമായിട്ട് ഇവള് പറഞ്ഞു, കരഞ്ഞിട്ട് പറഞ്ഞു കൊക്കയിലേക്ക് വീണതാണ് അങ്ങനെ. പക്ഷെ പോലീസുകാരുണ്ടോ വിടുന്നു? പോലീസുകാർക്ക് മനസ്സിലായി ഇപ്പോൾ ഇതൊരു മരണമാണെങ്കിലും കണ്ടറിയാൻ പറ്റുമല്ലോ, വീണതാണോ തള്ളിയിട്ടാണോ എന്നൊക്കെ അറിയാൻ പറ്റുമല്ലോ ഈ കാലത്ത്. പണ്ടത്തെ കാലമൊന്നും അല്ലല്ലോ. അങ്ങനെ പോലീസുകാർക്ക് മനസ്സിലായി അത് സംഭവം വന്നിട്ട് ലക്നൗവിലാണ് കേട്ടോ. അപ്പോൾ പോലീസുകാർക്ക് മനസ്സിലായി ഇത് മർഡറാണെന്ന്. അതായത് ഇവൾക്ക് ഈ ബോയ് ഫ്രണ്ടിൻ്റെ കൂടെ ജീവിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ചെക്കനെ തള്ളിയിട്ട് കൊന്നത്. അപ്പം ഞാൻ ആലോചിക്കുകയാണ്, ഇപ്പോഴത്തെ കുട്ടികൾ ഇവരുടെയൊക്കെ മനസ്സിൽ എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അതായത് ഇവിടെ ഓരോരുത്തർക്ക് ഒന്നില്ലേ പ്രാരാബ്ദം, അതായത് കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ഒന്നില്ലേ പ്രാരാബ്ദം, പൈസ ഇല്ല, ഇല്ലെങ്കിൽ അടി വഴക്ക്, ഇല്ലെങ്കിൽ അവിഹിതം, എക്സ്ട്രാ മാരിറ്റൽ അഫെയർ, അത് ഇത് കുടുംബ പ്രശ്നമല്ല. എന്നിട്ട് സഹിച്ചു നിൽക്കുന്ന പെൺകുട്ടികൾ വേറെ. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചെക്കൻ ബ്ലഡി റിച്ചാണ്, ഹാൻഡ്സം ആണ്, ലവബിളാണ്, കെയറിങ് ആണ്. അവൾക്ക് അതായത് കല്യാണത്തിന് വേണ്ടിയിട്ട് 17 കോടിയുടെ ഒരു കൊട്ടാരമാണ് ബുക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. 2 ഫ്ലൈറ്റ് ചാർട്ട് ചെയ്തിട്ടുണ്ട് ആൾക്കാർക്ക് കല്യാണത്തിന് വരാൻ വേണ്ടിയിട്ട്. ഇവരുടെ പ്രീ വെഡിങ് ഷൂട്ടൊക്കെ കാണണം. എൻ്റെ അമ്മ എന്താ പൈസ ചിലവാക്കി ചെയ്തിരിക്കണത്. പ്രീ വെഡിങ് ഷൂട്ടൊക്കെ എന്ത് ഭംഗിയായിട്ടാണ് എടുത്തിരിക്കണത്. അതൊക്കെ പോട്ടെ, ആ ബർത്ത്ഡേയുടെ സർപ്രൈസ് ചെയ്യുന്ന ഒരു വീഡിയോ ഉണ്ട്. പോഷ് കാർ, ഏത് കാറാണെന്ന് എനിക്കറിയില്ല, ഏതൊരു വലിയൊരു ആഡംബര കാറാണ്. ആ കാറിൽ വെച്ചിട്ട് അവൾക്ക് ബാക്കിൽ കുറേ ഗിഫ്റ്റ്, അവൾക്ക് മറ്റേ പൂവ് കൊടുക്കണു, ഫ്ലവേഴ്സ് കൊടുക്കണു. അതുപോലെ മുകളിലത്തെ മറ്റേ ആ വിൻഡോ നീക്കിയിട്ട് അതിൻ്റെ മുകളിൽ കുറേ ഫ്ലവേഴ്സ് ഇരിക്കുന്നു. അങ്ങനെയൊക്കെ സർപ്രൈസ് ചെയ്ത് അത് കഴിഞ്ഞിട്ട് ഒരു ക്യാൻഡിൽ ലൈറ്റ് ഡിന്നറിൻ്റെ വീഡിയോ, ഇവർ രണ്ടുപേരും കൂടെ ഡാൻസ് കളിക്കുന്നു, ഭയങ്കര റൊമാൻറ്റിക്കായിട്ട്. ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് അവൻ പ്ലാൻ ചെയ്തത് ഇവളുടെ ബർത്ത്ഡേ സെലിബ്രേഷനും, ഇവള് പ്ലാൻ ചെയ്തത് അവൻ്റെ മർഡറും. എനിക്ക് ഞാനത് കണ്ടിട്ട് തന്നെ വിചാരിച്ചു, ഒരു വാക്ക് പറഞ്ഞാൽ പോരെ എനിക്ക് നിന്നെ ഇഷ്ടമല്ല, എനിക്ക് ബോയ് ഫ്രണ്ട് ഉണ്ട് എന്ന്. ഇല്ലെങ്കിൽ വീട്ടിൽ പറഞ്ഞാൽ പോരെ, ഇല്ലെങ്കിൽ ആരെങ്കിലും പറയിപ്പിച്ചാൽ പോരെ. എന്തൊക്കെ വഴിയുണ്ടായിരുന്നല്ലേ കല്യാണം മുടക്കാനായിട്ട്. എന്നാലും അവളുടെ വീട്ടുകാർ സമ്മതിക്കില്ലെങ്കിൽ അവൻ്റെ വീട്ടുകാരെ വിളിച്ച് പറഞ്ഞൂടെ. അവൻ്റെ അച്ഛൻ പറയുന്നുണ്ട്, റിപ്പോർട്ടേഴ്സിൻ്റെ അടുത്ത് അവൻ്റെ അച്ഛൻ പറയുന്നുണ്ട്, ഒരു വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ കല്യാണം നിർത്തില്ലേ, നിർബന്ധിച്ചിട്ടുള്ള കല്യാണമൊന്നും അല്ല അത്. പിന്നെ ഇങ്ങനെ ക്രിമിനൽ മൈൻഡ് വരുന്നത് ഈ ചെറുപ്പത്തിലല്ലേ. ഇങ്ങനെയാണ് ഇവർക്ക് ഒരാളെ കൊല്ലാൻ തോന്നുന്നത്. ഇപ്പം നമ്മൾ തന്നെ ഒരാളെ വേദനിപ്പിക്കുന്ന രീതിയിൽ ഒരാളെ അടിക്കുക, ഇങ്ങനെയൊക്കെ നമ്മൾ വിചാരിക്കുന്ന കാര്യമാണോ? ഒരു എന്താ പറയുക, ഇപ്പോൾ നമ്മൾ വല്ല കൂറയൊക്കെ പോകുന്നുണ്ടെങ്കിൽ ഞാൻ വിചാരിക്കും ഓക്കെ അത് പൊക്കോട്ടെ എന്ന് വിചാരിക്കുന്ന നമുക്ക് ഇതൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം ഒരാളെ കൊല്ലുക എന്ന് പറയുന്നത് ഇത്രയ്ക്ക് സിമ്പിളായിട്ടുള്ള കാര്യമാണോ? ഇത്രയ്ക്ക് സിമ്പിളായോ അത്, ഒരാളെ കൊല്ലുക എന്ന് പറയുന്നത്? അതും നമ്മളെ ഇത്രയും സ്നേഹിക്കുന്ന ഒരാളെ കൊല്ലുക എന്ന് പറയുന്നത്.
ഇപ്പം നമ്മൾ പറയില്ലേ ആണുങ്ങളെ പേടിക്കണം പക്ഷേ ഈ പെണ്ണുങ്ങളെയും പേടിക്കണം. ആണുങ്ങളും കണക്കാണ്, പെണ്ണുങ്ങളും കണക്കാണ് ഈ കാലത്ത്. ഞാൻ തന്നെ ആ വീഡിയോ ആദ്യം ഈ ബർത്ത്ഡേ സെലിബ്രേഷൻ്റെ വീഡിയോ കണ്ടപ്പോൾ ഞാൻ വെച്ചു അയ്യോ എന്ത് ക്യൂട്ടാണ് ഈ രണ്ടുപേരും. അവനാണെങ്കിൽ അവളെ സർപ്രൈസ് ചെയ്യണം, അവൻ എന്ത് ഹാപ്പിയാണ്, എന്ത് രസമായിട്ടാണ് അവളെ അഡ്മയർ ചെയ്യുന്നത്. അങ്ങനത്തെ വീഡിയോസ് ഒക്കെ കാണുമ്പോൾ ഞാൻ വെച്ചു നമുക്ക് ഇതൊന്നും കിട്ടിയിട്ടില്ല. നമുക്കിങ്ങനെ സർപ്രൈസും കാര്യങ്ങളൊന്നും കിട്ടാത്തതുകൊണ്ട് നമുക്ക് തന്നെ ഇത് കാണുമ്പോൾ വാവ് ഫീലാണ്. പിന്നെയാണ് മനസ്സിലായത് സംഭവം ഇതിനടിയിൽ ഇങ്ങനെ എഴുതി കാണിക്കുന്നത്. അപ്പം ഞാൻ ഈ വീഡിയോ മാത്രമേ നോക്കുള്ളൂ. പിന്നെയാണ് കണ്ടത് ഈ പെണ്ണ് ഇവനെ കൊന്നിരിക്കുകയാണ്. അപ്പം അങ്ങനെ ഈ വീഡിയോസ് മൊത്തം വൈറലായതാണ്. ക്രിമിനൽ മൈൻഡാണ് എല്ലാവർക്കും ഇപ്പോൾ ഒന്നില്ലേ കൊല്ലുക, ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞോ കൊല്ലുക, നമ്മൾ പറയില്ലേ നമ്മുടെ നിഴലിനെ പോലും വിശ്വസിക്കാൻ പറ്റാത്ത കാലമാണെന്ന്. അതാണ് സത്യം പറഞ്ഞാൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ആരൊക്കെ കൊല്ലുക. എന്തെങ്കിലും ഒരു അഭിപ്രായ വ്യത്യാസം വന്നു കഴിഞ്ഞാൽ ഒന്ന് ഇരുന്ന് സംസാരിക്കാനുള്ള ക്ഷമയോ മെൻ്റൽ സ്റ്റെബിലിറ്റി എന്ന് പറയുന്ന സാധനം ആർക്കും ഇല്ല. എല്ലാവരും വീക്കാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ശരിക്കും ഇപ്പോൾ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളൊക്കെ നമ്മൾ യോഗ ക്ലാസ്, അതുപോലെ മെഡിറ്റേഷൻ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പഠിപ്പിക്കണം. പിന്നെ അതുമല്ല പേരൻസ് ആയിട്ട് ഒരു തരത്തിലുള്ള അറ്റാച്ച്മെൻറ്റും ഇല്ല ഇപ്പോഴത്തെ ജനറേഷന്. നമ്മളെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ കാര്യം വീട്ടിൽ പോയി പറയുന്ന ആൾക്കാരായിരുന്നു പഴയ ജനറേഷൻ എന്ന് പറയുന്നത് 90s 80s ഒക്കെ. നമ്മളൊക്കെ പഠിച്ചിരുന്ന കാലത്ത് നമുക്ക് എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഉണ്ടായിരുന്നത്. എന്ത് പ്രശ്നം ഉണ്ടായിരുന്നത്? സ്കൂളിൽ എന്തെങ്കിലും ഹോംവർക്ക് എഴുതാത്തതും, സ്കൂളിൽ എക്സാം പേപ്പർ കിട്ടുന്നതും, ഹോംവർക്ക് ചെയ്യാത്തതിനെ എണീപ്പിച്ച് നിർത്തുന്നത്, പിറ്റേ ദിവസം എക്സാം ആയി കഴിഞ്ഞാൽ നമുക്ക് ടെൻഷനാണ്. ഇതൊക്കെയായിരുന്നു നമ്മുടെ പഴയ പ്രശ്നങ്ങളല്ലേ. ഇപ്പോഴത്തെ കുട്ടികളുടെ പ്രശ്നങ്ങൾ ഇതൊന്നുമല്ല. ഇപ്പോഴത്തെ കുട്ടികളുടെ പ്രശ്നങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറുപ്പം മുതലേ ബോയ് ഫ്രണ്ട് ഉണ്ടാവും, ഗേൾ ഫ്രണ്ട് ഉണ്ടാവും, അല്ലെങ്കിൽ അവനെന്നെ തല്ലി, അവനെന്നെ കളിയാക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? പിറ്റേ ദിവസം പോയിട്ട് കൊല്ലും. ഇതാണ് കാലം. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊരു തരത്തിലും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം പെണ്ണുങ്ങൾക്ക് വേണ്ട മെയിനായിട്ട് എന്താ, പെൺകുട്ടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിനായിട്ട് ഒരാണിൻ്റെ അടുത്ത് നിന്ന് നോക്കുന്നത് ലവബിൾ ആണോ കെയറിങ് ആണോ. കെയറിങ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആ ഒരാളിൽ തന്നെ നമ്മുടെ 100% നമ്മൾ കൊടുക്കും. അങ്ങനെയാണ് മാക്സിമം 99% ഓഫ് പെൺകുട്ടികൾ അങ്ങനെയാണ്. ഒരു ആണിൻ്റെ കയ്യിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ലവ് ആൻഡ് കെയർ എന്ന് പറയുന്ന സാധനമാണ്. അത് കഴിഞ്ഞിട്ടേ ബാക്കി എന്തുള്ളൂ. അതായത് ലവും കെയറും മാത്രം കിട്ടിക്കഴിഞ്ഞാൽ ജീവിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ഇല്ല. ഇതെല്ലാം കൂടെ ഒരുമിച്ച് കിട്ടില്ല ആർക്കും. അതായത് ലവബിൾ ആണെങ്കിൽ അവിടെ എന്തെങ്കിലും വേറെ പ്രശ്നങ്ങൾ വരും, കെയറിങ് ആണെങ്കിൽ അവിടെ വേറെ എന്തെങ്കിലും പ്രശ്നം വരും. ഇതിലുണ്ടെങ്കിൽ ആരെങ്കിലും ഒരാൾ പ്രശ്നമായിരിക്കും, ഇല്ലെങ്കിൽ രണ്ടുപേരും ഒക്കെ ആണെങ്കിൽ ഫാമിലി പ്രശ്നമായിരിക്കും, ഇല്ല അങ്ങനെ എന്തെങ്കിലും പ്രശ്നം വരും. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പുറത്തുനിന്ന് കാണുന്ന സമയത്ത് ഈ ചെക്കൻ റിച്ച് ആണ്, എഡ്യൂക്കേറ്റഡ് ആണ്, ലവബിൾ ആണ്, കെയറിങ് ആണ്, ഹാൻസം ആണ്. ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളും ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ തന്നെ എന്ത് ഭംഗിയായിട്ട് അവളെ ട്രീറ്റ് ചെയ്യുന്നത് ആ ബർത്ത്ഡേക്ക്. എങ്ങനെയാണ് കൊല്ലാൻ തോന്നിയത് എനിക്ക് മനസ്സിലാവണില്ല. ഇനിയിപ്പോൾ അവൾക്ക് അവളുടെ ബോയ് ഫ്രണ്ടിനൊപ്പം അവൾക്ക് ജീവിക്കാൻ പറ്റുമോ? ഇനി ജീവിക്കാൻ പറ്റുമോ അവൾക്ക്? ഒരാളെ കൊല്ലുന്നതൊക്കെ ഭയങ്കര ഒരു എന്താ പറയുക, ഭയങ്കരമായിട്ട് നോർമലൈസ്. അതായത് ഞാൻ പറഞ്ഞില്ല, ഈ മെൻ്റൽ സ്റ്റെബിലിറ്റി എന്ന് പറയുന്നത് വല്ലാത്തൊരു, അതായത് ഒരു ഇപ്പോഴത്തെ ജനറേഷൻ ഒരു തരത്തിലുള്ള എന്താ പറയുക, ഭയങ്കര വീക്കാണ് അവരുടെ മനസ്സെന്ന് പറയുന്നത്. ഇപ്പം ഞാൻ തന്നെ എൻ്റെ വീടിൻ്റെ അടുത്ത് ഒരു കുട്ടി 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണ്. ആ കുട്ടിക്ക് എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കൊല്ലപ്പരീക്ഷ ഉണ്ടല്ലോ, അത് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞങ്ങളുടെ നാട്ടിൽ ഉത്സവങ്ങളാണ്. ജനുവരി മുതൽ മാർച്ച് ഏപ്രിൽ ആ സമയത്തൊക്കെ ഫുൾ ഉത്സവങ്ങളായിരിക്കും പാലക്കാട്. അപ്പോൾ ഈ കുട്ടി ഉത്സവത്തിൻ്റെ തലേദിവസം എന്തോ ഗാനമേളയൊക്കെ ഉണ്ടാവില്ല, ഈ ഗാനമേളയ്ക്ക് പോട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ അച്ഛനും അമ്മയും പറഞ്ഞു പോവണ്ടാന്ന്. എന്തുകൊണ്ട്? പിറ്റേ ദിവസം എക്സാം ഉള്ളതുകൊണ്ട്. ഗാനമേള രാത്രി ആയിരിക്കുമല്ലോ, അതുകൊണ്ട്. ഈ കുട്ടി ഇത് പോണ്ടാന്ന് പറഞ്ഞ ഈ ഒരൊറ്റ കാരണം കൊണ്ട് ഈ കുട്ടി പോയി തൂങ്ങി മരിച്ചു. നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ? 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിക്ക് എങ്ങനെയാണ് സൂയിസൈഡ് ചെയ്യാൻ അറിയുന്നത്? ഗാനമേളയ്ക്ക് പോണ്ടാന്ന് പറഞ്ഞ ഒരൊറ്റ കാരണം കൊണ്ട്.